ഹലോ മക്കളെ, 5th ഗ്രേഡ് മാത്തമാറ്റിക്സ് ജോമെട്രി എന്ന ചാപ്റ്ററിലെ പോളിഗൺസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോളിഗൺസിൻ്റെ ട്രയാങ്കിൾ വരെയുള്ള പോർഷൻസ് നമ്മൾ കവർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ തന്നെ സാർ ഒന്നും കൂടെ അതൊന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. പോളിഗൺസ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ ആണല്ലേ. ഇത് മിനിമം എത്ര ലൈൻ സെഗ്മെൻറ്റ്സ് വേണം? 3 ലൈൻ സെഗ്മെൻറ്റ്സ് അവിടെ വേണം. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പോളിഗൺ ആണ് എന്ത്? മിനിമം 3 ലൈൻ സെഗ്മെൻറ്റ്സ് വെച്ചിട്ട് ഫോം ചെയ്യുന്ന പോളിഗണാണ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന് ശേഷം ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ, ഹെക്സഗൺ എന്നിവയെല്ലാം തന്നെ പോളിഗൺസ് ആണ്. അപ്പോൾ നമുക്ക് പോളിഗൺസിൻ്റെ കേസിൽ ട്രയാങ്കിളിനെ പറ്റിയും ക്വാഡ്രിലാറ്ററലിനെ പറ്റിയും മാത്രമേ എന്തുള്ളൂ പഠിക്കാനുള്ളൂ. Then first of all, triangles is a simple closed figure formed by 3 line segments. 3 line segments വെച്ചിട്ട് ഫോം ചെയ്യുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ ആണ് ട്രയാങ്കിൾ. ഇനി ആ ലൈൻ സെഗ്മെന്റ്സിന് നമ്മളൊരു പേര് പഠിച്ചില്ലേ? എന്തായിരുന്നു? സൈഡ്സ് എന്നായിരുന്നു അതിന്റെ പേര്. സൈഡ്സ് എന്നായിരുന്നു പേര്. സോ ആ ടെക്നിക്കൽ ടേം സൈഡ്സ് എന്നാണ്. ഇനി ഈ സൈഡ്സുകളെല്ലാം ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന് എന്ത് പേര് വിളിച്ചു? വേർട്ടെക്സ് എന്ന് വിളിച്ചു. അതിന്റെ പ്ലൂറൽ ആണ് എന്ത്? വേർട്ടിസസ് എന്ന് പറയുന്നത്. Then 2 lines meet at a point and angle is formed എന്ന് നമുക്കറിയാം. That means ഇവിടെ എത്ര ആംഗിൾ ഉണ്ടാവണം? 3 ആംഗിൾ ഉണ്ടാവണം. നിങ്ങൾ ഈ കാണുന്ന ഫസ്റ്റ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എക്സാമിൻ ചെയ്യുക. ഇവിടെ A എന്ന് പറയുന്ന വെർട്ടെക്സ്, B എന്ന് പറയുന്ന മറ്റൊരു വെർട്ടെക്സ്, C എന്ന് പറയുന്ന മറ്റൊരു വെർട്ടെക്സ് ഉണ്ട്. ഈ വെർട്ടെക്സുകളെല്ലാം, ഈ വെർട്ടിസസ് എല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് AB, സൈഡ് AB, സൈഡ് BC, സൈഡ് AC എന്ന് പറയുന്ന 3 സൈഡ്സ് ഉണ്ട്, 3 ലൈൻ സെഗ്മെന്റ്സ് ഉണ്ട്. മാത്രമല്ല ഇവിടെ 3 ആംഗിൾസ് ഉണ്ട്. ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C. ഈ ആംഗിൾസിനെ എല്ലാം തന്നെ നമ്മൾ മറ്റ് ഫുള്ളായിട്ട് നെയിം ചെയ്യുകയും ചെയ്യും. എങ്ങനെയാണ് കൊടുക്കുന്നത്? ആംഗിൾ CAB ഈസ് ഈക്വൽ ടു ആംഗിൾ BAC. ആംഗിൾ CAB എന്ന് പറയുന്നത് ആംഗിൾ BAC എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ആംഗിൾ ABC ഈസ് ഈക്വൽ ടു ആംഗിൾ CBA എന്നും പറയാം. ആംഗിൾ BCA ഈസ് ഈക്വൽ ടു ആംഗിൾ ACB. ഇവിടെ എന്താണ്? അപ്പോൾ 3 ആംഗിളേ ഉള്ളൂ. 3 ആംഗിളിനെ തന്നെയാണ് നമ്മൾ ഈ ഡിഫറൻറ്റ് ഫോമിൽ എഴുതിയിരിക്കുന്നത്. ഇയാൾ എന്താണ്? ആംഗിൾ A ആണ്. ഇയാൾ ആംഗിൾ B ആണ്. ഇദ്ദേഹം ആംഗിൾ C ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക ബേസിക് ആയിട്ട് ട്രയാങ്കിൾസിനെ പറ്റി. ഇനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, സ്കേലിയൻ ട്രയാങ്കിൾ എന്ന് നമ്മൾ ട്രയാങ്കിളിനെ ക്ലാസിഫൈ ചെയ്തത് ഇന്നലെ പഠിച്ചായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ അതെന്തിൻ്റെ ബേസിസിലായിരുന്നു? സൈഡ്സിൻ്റെ ബേസിസിലായിരുന്നു. ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? The 3 sides of the particular triangle are equal. അപ്പോൾ 3 സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ആണ് എന്ത്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അവിടെ ഞാനൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ പറഞ്ഞു തന്നിരുന്നു. 3 സൈഡ്സ്, ഒരു ട്രയാങ്കിളിൽ 3 സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ 3 ആംഗിൾസ് ഈക്വൽ ആണ്. 60 ഡിഗ്രി ഈച്ച് ആണ്. അതായത് ഓരോ ആംഗിളും 60 ഡിഗ്രി വെച്ച് വരും. ഓക്കെ, ദെൻ സൈഡ്സിൻ്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ് എന്ത്? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ ഐസോ എന്ന് പറയുന്ന വേർഡ് എന്ത് മീൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. 2 എന്ന് മീൻ ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതായത് 2 ഈക്വൽ സൈഡ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ് എന്ത്? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ട്രയാങ്കിൾ ഇപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന ഈ ഒരു ട്രയാങ്കിളിൽ ഇവിടെ MN എന്ന് പറയുന്ന സൈഡ് MP എന്ന് പറയുന്ന രണ്ടാമത്തെ സൈഡിന് എന്താണ്? ഈക്വൽ ആണ്. ദാറ്റ് ഈസ് MN ഈസ് ഈക്വൽ ടു MP എന്ന് ഞാൻ പറഞ്ഞു. മറ്റൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു തന്നത്, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ MN എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ P. ഓക്കെ, ദെൻ MP എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്താണ്? ആംഗിൾ N. ഹിയർ ഇൻ ദ കേസ് ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ്? 2 സൈഡ്സ് ഈക്വൽ ആണ്. ആ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് സ്കേലിയൻ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നൺ ഓഫ് ദ സൈഡ്സ് ആർ ഈക്വൽ. ഇവിടെ സൈഡ്സ് ഒന്നും തന്നെ പരസ്പരം അല്ലെങ്കിൽ ഈക്വൽ ആവുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിലുള്ള ട്രയാങ്കിൾ ആണ് എന്ത്? സ്കേലിയൻ ട്രയാങ്കിൾ. ഇവിടെ AB, സൈഡ് AB is not equal to side BC, not equal to side
CA എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാങ്കിൾസ് ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾസ്. ആംഗിൾസിന്റെ ബേസിസിൽ ട്രയാങ്കിൾസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. 3 ടൈപ്പായിട്ട് നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് പഠിച്ചത്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ മീനിങ് എന്താണ്? അതിന്റെ ഒരാംഗിൾ വൺ ഓഫ് ദ 3 ആംഗിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? റൈറ്റ് ആംഗിൾ ആയിരിക്കണം. റൈറ്റ് ആംഗിൾ മീൻസ് ദ ഡിഗ്രി മെഷർമെന്റ് എന്ത് വരണം? 90 ഡിഗ്രി ആയിരിക്കണം. അവിടെ ഡിഗ്രി മെഷർമെന്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം. 90 ഡിഗ്രി. അപ്പൊ അത്തരത്തിലുള്ള ട്രയാങ്കിൾ ആണ് എന്ത്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇനി നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ട്രയാങ്കിൾസിന്റെ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ആംഗിളും അക്യൂട്ട് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ, അക്യൂട്ട് മീൻസ് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ഡിഗ്രി. അക്യൂട്ട് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 90 ഡിഗ്രി. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. സോ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെയും ഡിഗ്രി മെഷർമെന്റ്സ് ഇതുപോലെ എന്തായിരിക്കണം? അക്യൂട്ട് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. നമ്മൾ ലാസ്റ്റ് വൺ പഠിച്ചത് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുമ്പോൾ ദ ആംഗിൾ മെഷർമെന്റ് എന്തായിരിക്കണം? ആംഗിൾ മെഷർമെന്റ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 180 ഡിഗ്രി. ഗ്രേറ്റർ ദാൻ 90യും ലെസ് ദാൻ 180 ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആംഗിൾസിനെയാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ നമ്മൾ പഠിച്ചത്. ഇവിടെ നമുക്ക് പഠിക്കുന്ന ട്രയാങ്കിൾ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇവിടെ എന്താണ്? വൺ ഓഫ് ദ ആംഗിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 90 ഡിഗ്രിയേക്കാൾ മോർ ദാൻ 90 ഡിഗ്രി ആയിരിക്കണം. ഇങ്ങനെ ഈ ഒരു ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ നിങ്ങൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഇതിന്റെ ആംഗിൾ B എത്രയാണ്? 120 ഡിഗ്രിയാണ്. വിച്ച് ഈസ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. ദാറ്റ് മീൻസ് മോർ ദാൻ 90 ഡിഗ്രി. സോ ദിസ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ എന്തായിരിക്കണം? ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കണം. ഇതെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി ഞാൻ അതിനകത്ത് ആ പ്രോബ്ലം നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിരുന്നു. നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് നെയിം ആൻഡ് ക്ലാസിഫൈ ചെയ്ത ട്രയാങ്കിൾസ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ XYZ എന്ന് പറയുന്ന മറ്റൊരു ട്രയാങ്കിൾ, ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, XYZ എന്ന് പറയുന്ന മറ്റൊരു ട്രയാങ്കിൾ. ഇത് ക്ലാസിഫൈ ചെയ്യണം. വേറെ ഒരു ഇൻഫർമേഷനും ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ എക്സാമിൻ ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാവും? ഫസ്റ്റ് ട്രയാങ്കിളിനകത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്? സൈഡ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സൈഡ്സ് എല്ലാം ഡിഫറൻറ്റ് സൈഡ്സ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിസിലായിരിക്കണം? സൈഡ്സിന്റെ ബേസിസിലുള്ള ട്രയാങ്കിളിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരിക്കണം. അങ്ങനെ സൈഡ്സിന്റെ ബേസിസിൽ ട്രയാങ്കിളിനെ ക്ലാസിഫൈ ചെയ്യുമ്പം എങ്ങനെയൊക്കെ ചെയ്തായിരുന്നു? ഓർമ്മയുണ്ടോ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾഡ്, അക്യൂട്ട് ആംഗിൾഡ്, ഇതെല്ലാം ആംഗിളിന്റെ ബേസിലും, സൈഡ്സിന്റെ ബേസിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, സ്കേലിയൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ സൈഡ്സിന്റെ ബേസിസിൽ വരുന്നതിൽ നൺ ഓഫ് ദ സൈഡ്സ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? സ്കേലിയൻ ട്രയാങ്കിൾ ആയിരുന്നു. സോ ഇവിടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണ് കാണിച്ചിരിക്കുന്നത്? സ്കേലിയൻ ട്രയാങ്കിൾ ആണ് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്? 3 ആംഗിളും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ആംഗിൾസിനെ ബേസ് ഉള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഏത് ട്രയാങ്കിൾ ആണ്, ഏതാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ? കാരണം ഒരു ആംഗിൾ എന്ത് വന്നു? 90 ഡിഗ്രി വന്നു. ഒരു ആംഗിൾ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം? റൈറ്റ് ആംഗിൾ ആണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആവും. അപ്പോൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. നെക്സ്റ്റ് ഇനി നമുക്ക് ക്വാഡ്രിലാറ്ററൽസ് ആണ്. സോ ട്രയാങ്കിളിന്റെ കേസ് കഴിഞ്ഞു. അതായത് മിനിമം 3 സൈഡ്സ് 3 ലൈൻ സെഗ്മെന്റ്സ് ജോയിൻ ചെയ്തുണ്ടാവുന്ന പോളിഗൺസിന്റെ കേസ് കഴിഞ്ഞു. ഇനി നമുക്ക് പുതുതായിട്ട് പഠിക്കേണ്ടത് ക്വാഡ്രിലാറ്ററൽസിന്റെ കേസാണ്. സോ നിങ്ങൾ ആ വേർഡ് തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യുക. ക്വാഡ്രിലാറ്ററൽസ്. ദ വേർഡ് ക്വാഡ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നമ്പറാണ്? 4 ആണ് ക്വാഡ്രി. ആൻഡ് ലാറ്ററൽ മീൻസ് സൈഡ്. അപ്പോൾ 4 സൈഡ്സ്, 4 സൈഡുള്ള അല്ലെങ്കിൽ 4 ലൈൻ സെഗ്മെന്റ്സ് വെച്ച് ജോയിൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ ആണ് എന്ത്? ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. 4 ലൈൻ സെഗ്മെന്റ്സ്, 4 സൈഡ്സ് അവിടെ കാണണം. ഓക്കെ, അതാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾ ഈ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ ഒന്ന് എക്സാമിൻ ചെയ്യുക. ഇതിന്റെ നെയിം എങ്ങനെയാണ്? ക്വാഡ്രിലാറ്ററൽ A, B, C, D. ഇതിങ്ങനെയാണ് നമ്മൾ നെയിമിങ് കൊടുക്കുന്നത്. ഇതെന്താണിത്? ക്വാഡ്രിലാറ്ററൽ A, B, C, D. ഓക്കെ, ഇവിടെ ആംഗിൾ
എ ഉണ്ട്, ആംഗിൾ ബി ഉണ്ട്, ആംഗിൾ സി ഉണ്ട്, ആംഗിൾ ഡി ഉണ്ട്. ഹൗ മെനി ആംഗിൾസ്? 4 ആംഗിൾസ് ആർ ദെയർ. ഇനി സൈഡ്സോ? സൈഡ്സ് നോക്കിയേ, എ ബി എന്ന് പറയുന്ന സൈഡ് ഉണ്ട്, ബി സി എന്ന് പറയുന്ന സൈഡ് ഉണ്ട്, സി ഡി എന്ന സൈഡ് ഉണ്ട്, ഡി എ എന്ന് പറയുന്ന സൈഡ് ഉണ്ട്. ഇതെല്ലാം തന്നെ എന്താണ്? 4 സൈഡ്സ് ആണ്. എ ബി, ബി സി, സി ഡി ആൻഡ് ഡി എ, 4 സൈഡ്സ്. ഇനി ഇവിടെ എത്ര വെർട്ടെക്സുകളുണ്ട്? എ ബി സി ഡി. ഇതെല്ലാം തന്നെ ഇതിന്റെ എന്താണ്? ഈ പർട്ടിക്കുലർ ക്വാഡ്രിലാറ്ററലിന്റെ വേർട്ടെക്സുകളാണ്. അപ്പോൾ വേർട്ടെക്സിന്റെ പ്ലൂറൽ എന്താണ്? വേർട്ടിസസ് എന്ന് പറയും. അതാണ് ഇതിനകത്ത് വേർട്ടിസസ് എ കോമ ബി കോമ സി ആൻഡ് ഡി എന്ന് കൊടുത്തിരിക്കുന്നു. ഇനി ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേർട്ടെക്സിൽ നിന്നും നെക്സ്റ്റ് ഡയഗണൽസ് നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും, ശ്രദ്ധിച്ചിരിക്കുക. ഒരു വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ത്? ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ എടുത്തു കഴിഞ്ഞാൽ ആ ക്വാഡ്രിലാറ്ററലിന്റെ ഒരു വേർട്ടെക്സിൽ നിന്ന് ഒരു പർട്ടിക്കുലർ വെർട്ടെക്സ് ചൂസ് ചെയ്യുക, അതിനെ ഓപ്പോസിറ്റ് വേർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് അതിന്റെ ഒരു ഡയഗണൽ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡയഗണൽ വരയ്ക്കാം, രണ്ടാമത് ഈ വെർട്ടെക്സ് ചൂസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു ഡയഗണൽ വരയ്ക്കാം. അങ്ങനെ മൊത്തത്തിൽ ഒരു ക്വാഡ്രിലാറ്ററലിൽ എത്ര ഡയഗണൽ വരയ്ക്കാൻ പറ്റും? 2 ഡയഗണൽ അവിടെ വരയ്ക്കാൻ പറ്റും. So we can draw 2 diagonals in a quadrilateral. Here in the case of this quadrilateral ABCD, the diagonalsന്റെ പേരൊക്കെ എന്താണ്? AC is a diagonal and also BD is a diagonal. തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ക്വാഡ്രിലാറ്ററലിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പോകണം. ക്വാഡ്രിലാറ്ററലിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? കുറച്ച് ടെക്നിക്കൽ ടേംസ് അവിടെ നിങ്ങൾ പരിചയപ്പെടണം. ഫസ്റ്റ് വൺ, പാരലലോഗ്രാം. ഇതിന്റെ പേരെന്താണ്? പാരലലോഗ്രാം. നിങ്ങൾ ലൈൻസ് പാരലൽ ആവുന്ന കേസ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ഈ ജോമെട്രി ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് ലൈൻസ് ആൻഡ് ആംഗിൾസ് ആയിരുന്നു. അവിടെ എന്ത് പഠിച്ചു? പാരലൽ ലൈൻസ് നമ്മൾ പഠിച്ചതാണ്. പാരലൽ ലൈൻസ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് എന്ത് പറഞ്ഞത്? ആംഗിൾസ് എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ദെൻ പാരലോഗ്രാം എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. സെക്കൻഡ് വൺ ട്രപ്പീസിയം ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. തേർഡ് വൺ കൈറ്റ് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. നമുക്ക് 3 ടൈപ്പ് ക്വാഡ്രിലാറ്ററലേ പഠിക്കാനുള്ളൂ: പാരലോഗ്രാം, ട്രപ്പീസിയം, കൈറ്റ്. ഇതേ പാരലോഗ്രാമിനകത്ത് വരുന്ന 2 ക്വാഡ്രിലാറ്ററലുകളാണ് ഏത്? റെക്റ്റാങ്കിളും റോംബസും. ഈ റെക്റ്റാങ്കിളിന്റെയും റോംബസിന്റെയും പെക്യുലാരിറ്റീസ് ഒരുപോലെ കാണപ്പെടുന്ന മറ്റൊരു ക്വാഡ്രിലാറ്ററലാണ് ഏത്? സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക. പാരലോഗ്രാം, ട്രപ്പീസിയം, കൈറ്റ്, ഇതാണ് 3 ക്വാഡ്രിലാറ്ററൽസ്. പാരലോഗ്രാമിനകത്ത് വരുന്നതാണ് ആരൊക്കെ? റെക്റ്റാങ്കിളും റോംബസും സ്ക്വയറും. ഫസ്റ്റ് വൺ നമുക്ക് പാരലോഗ്രാം നോക്കാം. പാരലലോഗ്രാം ആ വേർഡിൽ തന്നെ ഉണ്ട്. എന്താണ്? അവിടെ കുറച്ച് ലൈൻസ് ഉണ്ട്, അവ പാരലാണ്. വെറുതെ പാരലാവുമല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഒരു പാരലോഗ്രാമാണ്. ഈ പാരലോഗ്രാമിന്റെ പേര് പാരലോഗ്രാം ABCD. പിന്നെ വേർട്ടെക്സുകൾ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. AB എന്നീ വേർട്ടെക്സുകൾ ജോയിൻ ചെയ്യുന്ന ലൈനാണ് ലൈൻ സെഗ്മെന്റ് AB. CD എന്നീ വേർട്ടെക്സുകൾ ജോയിൻ ചെയ്യുന്ന ലൈനാണ് ലൈൻ സെഗ്മെന്റ് CD. ഒരു പാരലോഗ്രാമിന്റെ കേസിൽ എന്താണെന്നറിയാമോ? AB ആൻഡ് CD ആർ പാരലൽ. ABയും CD എന്തായിരിക്കും? പാരലായിരിക്കും. ABയും CD എന്തായിരിക്കും? പാരലായിരിക്കും. അപ്പൊ സൈഡ് AB അല്ലെന്നുണ്ടെങ്കിൽ ലൈൻ സെഗ്മെന്റ് AB പാരലൽ ടു ലൈൻ സെഗ്മെന്റ് CD എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് AB ലൈൻ സെഗ്മെന്റ് എഴുതുക. പാരലാന്ന് കാണിക്കുന്നതിന് എന്ത് ചെയ്യുക? ഇതുപോലെ വേർട്ടിക്കലായിട്ട് 2 വരകൾ വരയ്ക്കുക. 2 ലൈൻസ്, ചെറിയ 2 ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? AB പാരലൽ ടു CD. ഓൾസോ നമുക്ക് മറ്റൊരു കാര്യം പറയാൻ പറ്റും. AB ഈസ് ഈക്വൽ ടു CD. അതായത് ABന്റെ ലെങ്ത്തും CDന്റെ ലെങ്ത്തും ഇവിടെ എന്താണ്? ഇവിടെ ഈക്വൽ ആണ്. സോ ഇൻ ദ കേസ് ഓഫ് എ പാരലോഗ്രാം we take a side, then its opposite side and that side are parallel to each other and they have equal length എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ഇതല്ലാത്ത മറ്റ് 2 സൈഡുകൾ എടുത്തേ. നെക്സ്റ്റ് 2 സൈഡുകളാണ് AD എന്ന സൈഡും BC എന്ന് പറയുന്ന സൈഡും. സോ ഇൻ ദ കേസ് ഓഫ് എ പാരലോഗ്രാം ABCD,
ഈ സൈഡ്സ് എ ഡി എന്ന സൈഡ്സും ബി ഡി എന്ന ഈ എ ഡി സൈഡും ബി ഡി സൈഡും എന്താണ് പാരലാണ്. സോ അവർ പാരലാന്ന് കാണിക്കാൻ എന്ത് ചെയ്യുന്നു, ഇതുപോലെ വെർട്ടിക്കൽ ലൈൻസ് പാരലായിട്ടുള്ള വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുന്നു. സോ എ ഡി പാരലൽ ടു ബി സി എന്നവിടെ മനസ്സിലായി. ഓൾസോ എന്ത് പറയാൻ പറ്റും, എ ഡി ഈസ് ഈക്വൽ ടു ബി സി എന്നും പറയാൻ പറ്റും. അവരുടെ ലെങ്ത്തും ഈക്വൽ ആണ്. സോ പാരലോഗ്രാമിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഒരു പാരലോഗ്രാം എന്ന് പറയുമ്പോൾ അതിന് 4 വേർട്ടെക്സ് ഉണ്ട്. 4 വേർട്ടെക്സ് ജോയിൻ ചെയ്തുകൊണ്ട് 4 ലൈൻ സെഗ്മെൻറ്റുകളുണ്ട്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള സൈഡുമായിട്ട് ഇത് പാരലായിരിക്കും. അതേ ലെങ്ത് തന്നെ ആയിരിക്കും ഇതേ സൈഡിനും വരുന്നത്. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എ ബി എന്ന സൈഡ് എടുത്തു കഴിഞ്ഞാൽ എ ബി പാരലൽ ടു സി ഡി ആയിരിക്കും. എ ബി ഈസ് ഈക്വൽ ടു സി ഡി ആയിരിക്കും. മനസ്സിലായോ? എ ബി ഈസ് പാരലൽ ടു സി ഡി ആൻഡ് ദേ ഹാവ് ഈക്വൽ ലെങ്ത്. സിമിലർലി എ ഡി പാരലൽ ടു ബി സി ആയിരിക്കും. എ ഡി എന്ന് പറയുന്ന സൈഡും ബി സി എന്ന് പറയുന്ന സൈഡും പാരലാണ്. മാത്രമല്ല എന്താണ്, അവർ ഈക്വൽ ലെങ്ത് ആണ്. എ ഡി ഈസ് ഈക്വൽ ടു ബി സി. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ പാരലോഗ്രാം. ഇനി ഇതിൽ കൂടുതൽ നമ്മളിതിനെ പാരലോഗ്രാം എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് പാരൽ ആയതുകൊണ്ടാണ് പാരലോഗ്രാം എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു ഫിഗറിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത്, ഇത് പാരലോഗ്രാം ആവുന്നത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ പാരലോഗ്രാം ആർ ഈക്വൽ. ദാറ്റ് മീൻസ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കും. ഇപ്പോഴും ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കും ഒരു പാരലോഗ്രാമിൻ്റെ കേസിൽ. മാത്രമല്ല ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ആയിരിക്കും. അവരും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പാരലോഗ്രാമിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെക്യുലാരിറ്റിയാണ് എന്ത്? ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി. ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. ഓൾസോ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി. ഓപ്പോസിറ്റ് ആംഗിൾസ് ഇവിടെ ഈക്വൽ ആയിട്ട് വരും. ഇതാണ് പാരലോഗ്രാമിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് നിങ്ങൾ റെക്റ്റാങ്കിൾ നോക്കിക്കേ. റെക്റ്റാങ്കിളും എന്താണ്? റെക്റ്റാങ്കിൾ ഈസ് എ ടൈപ്പ് ഓഫ് പാരലോഗ്രാം. റെക്റ്റാങ്കിളും പാരലോഗ്രാം ആണ്. അപ്പോൾ പാരലോഗ്രാമിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞ എല്ലാ പ്രത്യേകതകളും, എല്ലാ പെക്യുലാരിറ്റീസും, എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് എ ബി പാരലൽ ടു സി ഡി. അത് പാരലോഗ്രാമിൻ്റെ പെക്യുലാരിറ്റി അല്ലേ? അതെ. ഓൾസോ എ ബി ഈസ് ഈക്വൽ ടു സി ഡി. എ ബി സി ഡിക്ക് പാരലാണ്. എ ബി സി ഡിക്ക് ഈക്വൽ ആണ്. പാരൽ ലൈൻസ് നമ്മൾ എവിടെ ആദ്യം പഠിച്ച ഓർമ്മയുണ്ടോ? ഒരിക്കലും മീറ്റ് ചെയ്യാത്ത ലൈനുകളാണ് പാരൽ ലൈൻസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റെയിൽവേ ട്രാക്ക്, ഇതെല്ലാം തന്നെ പാരൽ ലൈനാണ്. പിന്നെ അതുപോലെ പാരൽ ലൈൻ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, ഈ യൂട്യൂബിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാണുന്ന ഡിവൈസിൻ്റെ സ്ക്രീൻ, ഈ സ്ക്രീനിൻ്റെ ടോപ്പും ബോട്ടവും എന്താണ്? പാരലാണ്. അങ്ങനെ നെവർ ടച്ചിങ് ആയിട്ട് നെവർ മീറ്റ് ചെയ്യാത്ത ലൈനുകളെയാണ് പാരൽ ലൈൻസ് എന്ന് വിളിക്കുന്നത്. അവർ തമ്മിലുള്ള ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് എപ്പോഴും സെയിം ആയിരിക്കും. സെയിം ലെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ഹൈറ്റ് ആയിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നോക്കിയേ, ഇവിടെ പാരലോഗ്രാം ആണ്, റെക്ടാങ്കുലർ പാരലോഗ്രാം ആണ്. കാരണം എ ബി പാരലൽ ടു സി ഡി. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാണ്, ഈക്വൽ ആണ്. മാത്രമല്ല ഈ ഓപ്പോസിറ്റ് സൈഡ്സ് എ ഡി പാരലൽ ടു ബി സി, ഓൾസോ എ ഡി ഈസ് ഈക്വൽ ടു ബി സി എന്ന് നമുക്ക് പറയാം. സോ ഈ രണ്ട് പ്രോപ്പർട്ടീസും അവിടെ എഗ്രി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് പാരലോഗ്രാം ആണ്. ഇനി ഇതെങ്ങനെയാണ് റെക്റ്റാങ്കിൾ ആയത്? നമ്മൾ നേരത്തെ പഠിച്ചു, പാരലോഗ്രാമിനകത്ത് എന്ത് പഠിച്ചായിരുന്നു? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവണം. ദാറ്റ് ഈസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി ആവണം. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ആവണം പാരലോഗ്രാമിന്റെ കേസിൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് റെക്റ്റാങ്കിൾ എന്താണ്? ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. എല്ലാ ആംഗിളും എന്താണ് ഇവിടെ? ഈക്വൽ ആണ്. ദേ ആർ 90 ഡിഗ്രി ഈച്ച്. ഓരോന്ന് എത്ര ഡിഗ്രി വീതമാണ്? 90 ഡിഗ്രി വീതമാണ്. ഇവിടെ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി, ആൻഡ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി, ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് മീൻസ് ഈ ആംഗിൾ എല്ലാം തന്നെ എത്ര ഡിഗ്രി? 90 ഡിഗ്രി ഈച്ച് ആണ്. ഇത്രയേ ഉള്ളൂ എന്ത്? റെക്റ്റാങ്കിൾ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന പാരലോഗ്രാം ആണ് എന്ത്? റോംബസ് എന്ന് പറയുന്ന പാരലോഗ്രാം. റോംബസും പാരലോഗ്രാം ആണ്. ദാറ്റ് മീൻസ് ഈ തന്നിരിക്കുന്ന റോംബസ്, ഈ റോസ് കളറിലുള്ള ഫിഗർ നോക്കിക്കേ. എ ബി എന്ന സൈഡും സി ഡി എന്ന് പറയുന്ന സൈഡും ഈക്വലും പാരലുമാണ്. വൈ? ഇതൊരു റോംബസ് ആണ്, ഇതൊരു പാരലോഗ്രാം ആണ്. പാരലാണ്, ഈക്വൽ ആണ്, കാരണം ഇവർ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. മാത്രമല്ല എ ഡി എന്ന സൈഡും ബി സി എന്ന സൈഡും ഈക്വലും പാരലുമാണ്.
ബിക്കോസ് ദിസ് ഈസ് എ പാരലോഗ്രാം. സോ പാരലോഗ്രാമിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി ആണ് എന്ത്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. അത് നമ്മൾ ഈ കേസിലെല്ലാം അതുപോലെയാണ് കണ്ടത്. ഇനി റോംബസിലേക്ക് വരുമ്പോൾ റോംബസിന് അഡീഷണൽ ആയിട്ട് 2 പെക്യുലാരിറ്റികളുണ്ട്. എന്താണെന്നറിയാവോ? ഇവിടെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, എല്ലാ സൈഡ്സിനും ഈക്വൽ ലെങ്ത് ആണ്, എല്ലാ സൈഡ്സിനും ഈക്വൽ ലെങ്ത് ആണ്. ഓരോ സൈഡായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു എ ഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എല്ലാ സൈഡ്സും ഇവിടെ എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, ഈക്വൽ ലെങ്ത് ആണ്. ഇനി റോംബസിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാവോ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഇവിടെ ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഇവിടെ ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി. ദെൻ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി. ഇവിടെ എന്ത് പറയാൻ പറ്റും? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി ആൻഡ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് റോംബസ്. റോംബസ് ഒന്നും കൂടെ പറയാം. റോംബസ് ഒരു പാരലോഗ്രാം തന്നെയാണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലും ആണ്. എ ബി ഈസ് ഈക്വൽ ടു ഡി സി ആൻഡ് എ ബി ഈസ് പാരലൽ ടു ഡി സി. ഓൾസോ എ ഡി ഈസ് ഈക്വൽ ടു ബി സി, എ ഡി പാരലൽ ടു ബി സി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആക്കി വെച്ചോണം. നെക്സ്റ്റ്, ഇതിനെ റോംബസ് ആക്കുന്ന ഒരു പെക്യുലാരിറ്റി എന്താണ്? ഓൾ സൈഡ്സ് ഓഫ് ദ റോംബസ് ആർ ഈക്വൽ. റോംബസിന്റെ എല്ലാ സൈഡ്സും എന്താണ്? ഈക്വൽ ലെങ്ത് ആണ്. ദെൻ മറ്റൊരു പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ റോംബസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ്, പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആയിരിക്കും. എ ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സിയും ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ ബിയും ആയിരിക്കും. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ പാരലോഗ്രാം പറഞ്ഞപ്പോൾ പാരലോഗ്രാമിനകത്ത് 2 ടൈപ്പ്, റെക്റ്റാങ്കിളും റോംബസും പറഞ്ഞു. ഈ റെക്റ്റാങ്കിളും റോംബസും കൂടെ അവരുടെ പെക്യുലാരിറ്റീസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഫിഗർ ആണെന്ത്? ഒരു ക്വാഡ്രിലാറ്ററലാണ് എന്ത്? സ്ക്വയർ എന്ന് പറയുന്നത്. സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഗ്രീൻ കളറിലെ ക്വാഡ്രിലാറ്ററലാണ് സ്ക്വയർ. ഈ സ്ക്വയറിന്റെ നെയിം എന്താണ്? എ ബി സി ഡി. ഇതൊരു പാരലോഗ്രാം ആണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലും ആണ്. എ ബി പാരലൽ ടു ഡി സി ആൻഡ് എ ബി ഇസ് ഈക്വൽ ടു ഡി സി. ഓൾസോ എ ഡി പാരലൽ ടു ബി സി, എ ഡി ഇസ് ഈക്വൽ ടു ബി സി. ഇത്രയും അറിയാമല്ലോ, കാരണം ഇതൊരു പാരലോഗ്രാം ആണ്. നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് റോംബസിന്റെ ഒരു പെക്യുലാരിറ്റി കാണിക്കുന്നു. എന്താണ് ഇവിടെ കാണിക്കുന്ന റോംബസിന്റെ പെക്യുലാരിറ്റി? നമ്മൾ റോംബസ് പഠിച്ചപ്പോൾ പറഞ്ഞു ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്ന്. അതുപോലെ സ്ക്വയറിന്റെയും എല്ലാ സൈഡ്സും ഇവിടെ എന്താണ്? പരസ്പരം ഈക്വൽ ആണ്. ദേ ആർ ഈക്വൽ ടു ഈച്ച് അതർ. ദാറ്റ് മീൻസ് എ ബി ഇസ് ഈക്വൽ ടു ബി സി ഇസ് ഈക്വൽ ടു സി ഡി ഇസ് ഈക്വൽ ടു എ ഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ എന്തായി? റോംബസിന്റെ ഒരു പെക്യുലാരിറ്റി ഇവിടേക്ക് നമ്മൾ എടുത്തു. ഇനി എന്ത് പറയാം? ഇനി റെക്റ്റാങ്കിളിന്റെ മറ്റു പെക്യുലാരിറ്റി ഇവിടെ ഉണ്ട്. എന്താണ്? റെക്റ്റാങ്കിളിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്, 90 ഡിഗ്രി ഈച്ച് എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെയും സ്ക്വയറിന്റെ കേസിലും സ്ക്വയറിന്റെ എല്ലാ ആംഗിളും എന്താണ്? സ്ക്വയറിന്റെ എല്ലാ ആംഗിളും ഈക്വൽ ആണ്. എത്ര ഡിഗ്രി? 90 ഡിഗ്രി ഈച്ച്, 90 ഡിഗ്രി ഈച്ച്. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും, എന്ത് പറയാൻ പറ്റും? എ ബി പാരലൽ ടു ഡി സി, ഓൾസോ എ ഡി പാരലൽ ടു ബി സി, എ ബി ഇസ് ഈക്വൽ ടു ബി സി ഇസ് ഈക്വൽ ടു സി ഡി ഇസ് ഈക്വൽ ടു എ ഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഓൾസോ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ഇതാണ് സ്ക്വയറിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റീസ്, പ്രോപ്പർട്ടീസ്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള മറ്റൊരു ടൈപ്പ് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ത്? ട്രപ്പീസിയം. സോ ട്രപ്പീസിയം ഈസ് എ ക്വാഡ്രിലാറ്ററൽ, അത് നമുക്കറിയാം. ഇൻ വിച്ച് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈസ് പാരലൽ. ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമാണ് ഇവിടെ പാരലൽ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ട്രപ്പീസിയം, ഈ ബ്രൗണിഷ് കളറിലെ ട്രപ്പീസിയം നോക്കിക്കേ. ഈ ട്രപ്പീസിയത്തിന്റെ നെയിം ആണെന്ത്? ട്രപ്പീസിയം എ ബി സി ഡി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ട്രപ്പീസിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇവിടെ ഒരു പെയർ ഓഫ്
ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമേ എന്തുള്ളൂ, പാരലൽ ആയിട്ടുള്ളൂ. only one pair of opposite sides is parallel. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എ ബി ആണ് സി ഡിക്ക് പാരലൽ അല്ലേ. എ ബി ആണ് സി ഡിക്ക് പാരലൽ. ഒരിക്കലും എ ഡിയും ബി സിയും പാരലൽ ആവില്ല. എ ഡിയും ബി സിയും പാരലൽ ആവില്ല. കാരണം എന്താണ്, എ ഡിയും ബി സി ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. അതായത് ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പോയിന്റിൽ വന്ന് ജോയിൻ ചെയ്യും. പക്ഷെ എ ബിയും സി ഡിയും പെർഫെക്റ്റ്ലി പാരലൽ ആണ്. അവരൊരിക്കലും തമ്മിൽ മീറ്റ് ചെയ്യൂല, ജോയിൻ ചെയ്യൂല. അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ഫിഗർ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററലിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ട്രപ്പീസിയം എന്ന് വിളിക്കുന്നത്. ഇതിന് 4 ലൈൻ സെഗ്മെന്റ് ഉണ്ട്, 4 വേർട്ടിസസ് ഉണ്ട്. മാത്രമല്ല ഇതിന് 4 ആംഗിൾസ് ഉണ്ട്. ഇത്രയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്വാഡ്രിലാറ്ററലായി. ഇത്രയും നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് എടുത്തു വെച്ചിട്ടേ ഇതിനകത്ത് ക്വാഡ്രിലാറ്ററലിന്റെ പെക്യുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അതൊരു ക്വാഡ്രിലാറ്ററലായി. ഇനി ഇതിനെ ട്രപ്പീസിയം ആക്കുന്നത് എന്താണ്, ഇവിടെ only one pair of opposite sides is parallel. ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമേ എന്താവുന്നുള്ളൂ, പാരലൽ ആവുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊരു ട്രപ്പീസിയമാണ്. നിങ്ങൾ നോക്കിയേ, ട്രപ്പീസിയത്തിലും മറ്റൊരു ട്രപ്പീസിയം ഉണ്ട്. ട്രപ്പീസിയത്തിലും വേറൊരാളുണ്ട്, അയാളുടെ പേരാണ് ഐസോസിലസ് ട്രപ്പീസിയം. നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന വയലറ്റ് ക്വാഡ്രിലാറ്ററൽ ഒരു ഐസോസിലസ് ട്രപ്പീസിയമാണ്. കാരണം എന്താണെന്നറിയോ, ട്രപ്പീസിയത്തിന്റെ എല്ലാ പ്രത്യേകതകളും ഇതിനുണ്ട്. ഈ 2 സൈഡ്സ് എന്താണ്, പാരലലാണ്. ഈ 2 സൈഡ്സ് എന്തല്ല, പാരലൽ അല്ല. അതുകൊണ്ട് ഇതെന്താണ്, ട്രപ്പീസിയമാണ്. ഓക്കെ, അത് നമ്മൾ കൺഫേം ചെയ്തു. ഇനി ഇത് ഐസോസിലസ് ട്രപ്പീസിയം ആവുന്നത് എങ്ങനെയാണ്, ഈ പാരലൽ അല്ലാത്ത ഓപ്പോസിറ്റ് സൈഡ്സ് എന്താവണം, ഈക്വൽ ആവണം, ഈക്വൽ ഇൻ ലെങ്ത് ആവണം. ദാറ്റ് മീൻസ് ഇവർക്ക് നമ്മൾ പേരൊക്കെ കൊടുക്കുകയാണ്. ഓരോ പേരൊക്കെ കൊടുക്കുകയാണ്. നോക്കിയേ, ഇത് തന്നിരിക്കുന്ന ട്രപ്പീസിയമാണ്. ട്രപ്പീസിയം പി ക്യു ആർ എസ്. ഈ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഈ ഒരു ട്രപ്പീസിയത്തിന്റെ പി ക്യു പാരലൽ ടു എസ് ആർ ആണ്. ശരിയാണോ? പി ക്യു എസ് ആറിന് പാരലാണ്. ഇനി പാരലൽ അല്ലാത്ത സൈഡ്സ് ഏതൊക്കെയാണ്, പി എസും ക്യു ആറും. ഐസോസിലസ് ട്രപ്പീസിയം ആവുമ്പം നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, പി എസ് ഈസ് ഈക്വൽ ടു ക്യു ആർ ആവണം. ദ പാരലൽ സൈഡ്സ്, പാരലൽ അല്ലാത്ത സൈഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈക്വൽ ആവണം. അതാണ് ഐസോസിലസ് ട്രപ്പീസിയം. ജസ്റ്റ് ഇത്രയും മാത്രം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ക്വാഡ്രിലാറ്ററലാണ് കൈറ്റ്. എന്താണ് കൈറ്റ് എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ? സോ കൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലാണ്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രത്യേകത എന്താണ്, ക്വാഡ്രിലാറ്ററൽ ആവുന്നത് എങ്ങനെയാണ്, ഇതിന് 4 വെർട്ടെക്സ് ഉണ്ട്. 4 vertices are there and they are joined by 4 line segments. Also they include 4 angles. ഇത്രയും ചേരുമ്പോൾ എന്താവും, ഇതൊരു സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ ആവും. ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആവും. ഒരു പോളിഗൺ ആവും. സ്പെസിഫിക്കലി ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഇത്രയും മനസ്സിലായോ? ഓക്കെ. ഇനി ഇതെങ്ങനെ കൈറ്റ് ആവുന്നു? കൈറ്റ് എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ എങ്ങനെ ആവുന്നു നോക്കിക്കേ. ഇവിടെ എ ഡി എന്ന സൈഡ് കണ്ടോ, എ ഡി എന്ന് പറയുന്ന സൈഡും എ ബി എന്ന് പറയുന്ന സൈഡും അഡ്ജസന്റ് സൈഡ്സാണ്. എങ്ങനെയാണ് സ്പെല്ലിങ്, അഡ്ജസന്റ് സൈഡ്സ് ആണ്. ഓപ്പോസിറ്റ് എന്നാൽ മീനിങ് എന്താണ്, എതിരെ, ഓപ്പോസിറ്റ് ഇതാണ് വരുന്നത്. അഡ്ജസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ളത്. ഇവിടെ എ ഡി എ ബി അഡ്ജസന്റ് സൈഡ്സ്, അടുത്തടുത്തുള്ള സൈഡ്സ്, ദേ ആർ ഈക്വൽ. ഇവിടെ എന്താണ്, 2 pair of adjacent sides are equal. അഡ്ജസന്റ് സൈഡ്സിന്റെ 2 പെയറുകൾ ഇവിടെ ഈക്വൽ ആയിട്ട് വരും. ഇവിടെ എ ഡി ഈസ് ഈക്വൽ ടു എ ബിയും സി ഡി ഈസ് ഈക്വൽ ടു ബി സിയുമാണ്. മനസ്സിലായോ? എ ഡിയും എ ബിയും ഈക്വൽ ആണ്, സി ഡിയും ബി സിയും ഈക്വൽ ആണ്. ഇതാണ് എന്തിന്റെ പ്രോപ്പർട്ടി, കൈറ്റിന്റെ പ്രോപ്പർട്ടി. കൈറ്റ് KIT.
അഡ്ജസൻറ്റ് സൈഡ്സ് എന്താവും? അഡ്ജസൻറ്റ് സൈഡ്സ് 2 പെയർ ഓഫ് അഡ്ജസൻറ്റ് സൈഡ്സ് ഇവിടെ എന്തായി? ഈക്വലായി. 2 പെയർ ഓഫ് അഡ്ജസൻറ്റ് സൈഡ്സ് ഇവിടെ എന്തായി? ഈക്വലായി. ഇനി നിങ്ങളെ തെറ്റിക്കുന്ന മറ്റൊരു കാര്യം പറയാട്ടോ. നമ്മൾ ഈ പഠിച്ച കേസുകളിലെല്ലാം തന്നെ ഏതെങ്കിലും ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ട് വരുമായിരുന്നു. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് ഒന്നും തന്നെ പാരലല്ല. എ ഡിയും ബി സിയും പാരലല്ല, എ ബിയും സി ഡിയും പാരലല്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് പാരലും അല്ല, ഈക്വലും അല്ല. ജസ്റ്റ് ഇത്രയും മാത്രമേ ഉള്ളൂ. അഡ്ജസൻറ്റ് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയുള്ള ഫിഗറുകൾ, അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലിനെയാണ് നമ്മൾ കൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് സാറ് പറയാം. ക്വസ്റ്റ്യൻ 4th ക്വസ്റ്റ്യൻ വരെ വളരെ സിമ്പിളാണ്. 5th ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ലാസിഫൈ ദ ഗിവൺ ട്രയാങ്കിൾസ് അക്കോർഡിംഗ് ടു ദെയർ ആംഗിൾസ്. ആംഗിൾസിന്റെ ബേസിസിൽ തന്നിരിക്കുന്ന ട്രയാങ്കിൾസിനെ എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് 40 ഡിഗ്രി, 110 ഡിഗ്രി, 30 ഡിഗ്രി എന്നിങ്ങനെ തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 110 ഡിഗ്രി എന്ന് പറയുന്ന ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. അപ്പൊ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ബി. തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ആംഗിൾസ് 40 ഡിഗ്രി, 90 ഡിഗ്രി, 50 ഡിഗ്രി എന്നിങ്ങനെയാണ്. ഇവിടെ 90 ഡിഗ്രി വന്നിട്ടുണ്ട്, അതായത് റൈറ്റ് ആംഗിൾ വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 3 ആംഗിളും അക്യൂട്ട് ആംഗിൾ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ്. 60 ഡിഗ്രി, 60 ഡിഗ്രി, 60 ഡിഗ്രി. ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ആംഗിൾസിന്റെ ബേസിസിൽ ഇതിനെ അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാം. അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാം. അക്യൂട്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ദെൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഗിവൺ ട്രയാങ്കിൾസ്. അപ്പോൾ അടുത്ത ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ലെങ്ത് ഓഫ് ദർ സൈഡ്സ്. സൈഡ്സിന്റെ ലെങ്ത് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ട്രയാങ്കിൾ എന്താണ്? ട്രയാങ്കിൾ എ ബി സി. ഇതിന്റെ 4 ലെങ്ത്തും സെയിം ആണ്. 3 ലെങ്ത്തും സെയിം ആണ്. എത്ര സെന്റിമീറ്റർ ഈച്ച്? 4 സെന്റിമീറ്റർ ഈച്ച്. എ ബി ഇസ് ഈക്വൽ ടു ബി സി ഇസ് ഈക്വൽ ടു എ സി ആണ്. സോ 3 സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ഇത് ഏത് ട്രയാങ്കിൾ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ബി. ഇത് നോക്കുമ്പോൾ 4 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ എന്നിങ്ങനെയാണ് സൈഡ്സിന്റെ ലെങ്ത്. ഇവിടെ 2 സൈഡിന്റെ അഡ്ജസൻറ്റ് സൈഡ്സിന്റെ ലെങ്ത് എന്തായിട്ട് വന്നിട്ടുണ്ട്? 4 സെന്റിമീറ്റർ എന്ന് വന്നിട്ടുണ്ട്. ഉറപ്പിച്ച് പറയാം, ദിസ് ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇനി തന്നിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇവിടെ നോക്കുമ്പോൾ ആംഗിളും തന്നിട്ടുണ്ട്. 90 ഡിഗ്രി എന്ന ആംഗിളും തന്നിട്ടുണ്ട്. 2 സൈഡ്സ് 5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സൈഡും തന്നിട്ടില്ല. മൂന്നാമത്തെ സൈഡ് എത്രയാണെന്ന് തന്നിട്ടില്ല. വേണ്ട, അതിന്റെ ആവശ്യമില്ല. 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആണല്ലോ ഇവിടുത്തെ സൈഡ്സ്. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. മാത്രമല്ല ഇത് റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇവിടെ 90 ഡിഗ്രി വന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതൊരു എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. 2 സൈഡ്സ് ഇവിടെ 5 സെന്റിമീറ്റർ ലെങ്ത് ആണ് അതിനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നു. ഈ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് എന്ത്? സർക്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്. സർക്കിൾസ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എന്ത് വരയ്ക്കാൻ അറിയാം? സർക്കിൾ വരയ്ക്കാൻ അറിയാം. സർക്കിൾ വരയ്ക്കാൻ എന്ത് വേണം? ഒരു പോയിന്റ് വേണം. ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റിന് O എന്ന് പറയുന്ന ഒരു നെയിം കൊടുത്തു. പോയിന്റിന് നമുക്ക് നെയിം ചെയ്യാമല്ലോ, നെയിം ചെയ്യാം. എന്നിട്ട് ആ പോയിന്റിന്റെ ബേസിസിൽ എന്ത് വരയ്ക്കുന്നു? സർക്കിൾ വരയ്ക്കുന്നു. ആ വരച്ചിരിക്കുന്ന സർക്കിൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇനി ഈ സർക്കിൾ എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ പോയിന്റിൽ നിന്നും ഒരു ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഡെഫിനിറ്റ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതേ ഡിസ്റ്റൻസ് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് മറ്റൊരു പോയിന്റും അതിൻ്റെ അടുത്ത് മാർക്ക് ചെയ്യുന്നു. അതേ ഡിസ്റ്റൻസ് തന്നെ ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതായത് ഞാൻ ഈ റെഡ് ലേബലിൽ മാർക്ക് ചെയ്ത പോയിന്റ്സ് എല്ലാം തന്നെ എന്താണ്? ഈ ഒരു പോയിന്റിൽ നിന്ന്, ഈ ഒരു മെയിൻ പോയിന്റിൽ നിന്നും ഇക്യൂ ഡിസ്റ്റൻസ് ആണ്. ഇക്യൂ ഡിസ്റ്റന്റ് ആണ്, അതായത് ഈക്വൽ ഡിസ്റ്റന്റ് ആണ്. അങ്ങനെയുള്ള പോയിന്റുകളുടെ കളക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഈ വലിയ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ?
നമ്മളൊരു പോയിന്റ് ഫസ്റ്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്നും ഇക്യു ഡിസ്റ്റൻസ് വരുന്ന തരത്തിൽ കുറേ പോയിന്റുകൾ ആ പോയിന്റിന്റെ എറൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്തു. ആ പോയിന്റുകളുടെ കളക്ഷൻ, ആ പോയിന്റുകളെല്ലാം ചേരുമ്പോൾ എന്താവും? സർക്കിളായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് സർക്കിൾ. ഇനി നമ്മൾ ഏത് പോയിന്റിനെ ബേസ് ചെയ്താണോ മറ്റു പോയിന്റുകൾ ഇക്യു ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്തത്, ആ പോയിന്റ് ആണ് സെന്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ എന്തെന്ന് പറയും? സെന്റർ എന്ന് പറയും. ഇവിടെ O എന്ന് പറയുന്ന പോയിന്റ് ആണ് എന്ത്? സർക്കിളിന്റെ സെന്റർ. ഇത്രയും മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ള ടെക്നിക്കൽ ടേംസ് ആണ് റേഡിയസും ഡയമീറ്റർ. ഒരു സർക്കിളിന്റെ റേഡിയസ് എന്താണ്? ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എന്താണ്? ഇങ്ങോട്ട് നോക്കിക്കേ. ഈ തന്നിരിക്കുന്ന സർക്കിളിന്റെ റേഡിയസ് നമ്മൾ നോക്കാൻ പോവാം. ഇതാണ് ഈ സർക്കിളിന്റെ സെന്റർ. ഈ സെന്ററിൽ നിന്നും സർക്കിളിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ, ഈ സെന്ററിൽ നിന്നും സർക്കിളിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ ആ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത്? ആ സർക്കിളിന്റെ റേഡിയസ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ OB എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. OA എന്ന് പറയുന്നതും സർക്കിളിന്റെ റേഡിയൻസ് ആണ്. OD എന്ന് പറയുന്നതും സർക്കിളിന്റെ റേഡിയസ് ആണ്. OC എന്ന് പറയുന്നതും സർക്കിളിന്റെ റേഡിയസ് ആണ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഈ പോയിന്റ്സ് എല്ലാം തന്നെ നമ്മൾ ഈ വരച്ചിരിക്കുന്ന A എന്ന പോയിന്റ്, B എന്ന പോയിന്റ്, C എന്ന പോയിന്റ്, D എന്ന പോയിന്റ്, എല്ലാ പോയിന്റുകളും സെന്ററിൽ നിന്ന് ഇക്യു ഡിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ സെന്ററിൽ നിന്ന് ഈ പോയിന്റുകൾ ഇക്യു ഡിസ്റ്റൻസ് ആകുമ്പോൾ ആ പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈന് OB എന്ന ലൈനും OA എന്ന ലൈനും OD എന്ന ലൈനും OC എന്ന ലൈനും എന്താവണം? should be in equal length, ഒരേ ലെങ്ത് ആയിരിക്കണം. That means OB is equal to OA is equal to OD is equal to OC ആയിരിക്കണം. ഈ വരകളെ, ഈ സ്ട്രെയിറ്റ് ലൈനുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് വിളിക്കുന്നത്. സർക്കിളിന്റെ റേഡിയസ് എന്ന് വിളിക്കുന്നത്. കുറേ റേഡിയസ് ഇവിടെ ഉള്ളത് കൊണ്ട് അതിന്റെ പ്ലൂറൽ വേർഡ് ഉപയോഗിക്കുക, റേഡിയായി. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ അതിൻ്റെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം. നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാര്യമായിട്ട് ഇതിനകത്ത് മനസ്സിലാവാതിരിക്കാനുള്ള ഒന്നുമില്ല. എന്തായാലും മനസ്സിലാവും, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ടോപ്പിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് എന്താ ഡയമീറ്റർ നോക്കാം. ഇപ്പം നമ്മൾ റേഡിയസ് കണ്ടില്ലേ? ഇനി ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? സർക്കിളിന്റെ 2 പോയിന്റുകൾ ചേർത്ത് ഒരു ലൈൻ വരയ്ക്കുന്നു. സർക്കിളിന്റെ 2 പോയിന്റുകൾ ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കുന്നു. 2 പോയിന്റുകൾ ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കുന്നു. ഈ ലൈൻ എന്തിലൂടെ പോകണം? കറക്റ്റ് ഈ സെന്ററിലൂടെ, സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യണം. കണ്ടീഷൻ ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഈ ചെറിയ റേഡിയസുകൾ അങ്ങ് റബ്ബ് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയമീറ്ററുമായിട്ട് അവരെന്താവും? ഒരു ക്ലാഷ് ആവും. അത് തന്നെ റബ്ബ് ചെയ്തിട്ട് നമുക്കിവിടെ ഡയമീറ്റർ വരയ്ക്കാൻ നോക്കാം. ഡയമീറ്റർ നോക്കിയേ. സോ O എന്ന പോയിന്റ് ഇവിടെ ഉണ്ട്, അതാണ് സെന്റർ. B എന്നൊരു പോയിന്റ് ഇവിടെ ഉണ്ട്, അതാണ് എന്ത്? സർക്കിളിലെ ഒരു പോയിന്റ്. ഞാൻ മറ്റൊരു പോയിന്റിൽ നിന്ന് O എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ലൈൻ മാർക്ക് ചെയ്യുന്നു. ആ ലൈൻ അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് B-യിൽ കൊണ്ടുവെക്കുന്നു. ഈ ഒരു ലൈൻ കണ്ടോ? ഈ ലൈനിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഏതോ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി, X എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ലൈൻ സ്റ്റാർട്ട് ചെയ്തു. O എന്ന സർക്കിളിന്റെ സെന്റർ പോയിന്റിലൂടെ കടന്നുപോയി, പാസ് ചെയ്ത് B എന്ന പോയിന്റിൽ നിന്ന് ഇയാൾ എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. ഇങ്ങനെ വരയ്ക്കുന്ന ലൈനുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. ഡയമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ വിച്ച് പാസസ് ത്രൂ ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഇതിനെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഡയമീറ്റർ വരയ്ക്കാമെങ്കിൽ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു സർക്കിളിന് ഇൻഫൈനൈറ്റ് ഡയമീറ്ററുകൾ വരയ്ക്കാം. ഇൻഫൈനൈറ്റ് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ പേടിക്കേണ്ട. കുറേ അധികം, കൗണ്ടബിൾ അല്ലാത്തത്, അതൊക്കെയാണ് ഇൻഫൈനൈറ്റിന്റെ മീനിങ്.
കുറേ അധികം ലൈനുകൾ വരയ്ക്കാം. എത്രത്തോളം വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം വരയ്ക്കാം. കൗണ്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, കൗണ്ട് ചെയ്യാനും പറ്റൂല. ഇതൊരു ഡയമീറ്റർ ആണ്. 2 പോയിന്റുകൾ കണക്ട് ചെയ്ത് വരച്ചു, സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നു. മക്കളേതാണ്ട് ഇതൊരു ഡയമീറ്റർ ആണ്. സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നു, സർക്കിളിന്റെ 2 പോയിന്റുകൾ കണക്ട് ചെയ്ത് വരച്ചു. മക്കളെ ഇതും ഒരു ഡയമീറ്റർ ആണ്. സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നു, സർക്കിളിന്റെ 2 പോയിന്റുകൾ കണക്ട് ചെയ്ത് വരച്ചു. സോ ഇതൊക്കെ എന്താണ്? സർക്കിളിന്റെ ഡയമീറ്റേഴ്സ് ആണ്. അപ്പൊ റേഡിയസ് എന്താണ്, ഡയമീറ്റർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഇതിനകത്ത് ഈ യെല്ലോ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നോക്കിക്കേ. ഡയമീറ്റർ ഈസ് ഓൾസോ ദ ലൈൻ ഓഫ് സിമട്രി ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ലൈൻ ഓഫ് സിമട്രി എന്ന് വിളിക്കുന്നത് എന്താണ്? ഡയമീറ്ററിനെയാണ്. അതെന്തായിരിക്കും അങ്ങനെ വിളിക്കുന്നത്? ഒന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഡയമീറ്റർ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡയമീറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഡയമീറ്റർ എന്ത് ചെയ്യുന്നു? ഈ സർക്കിളിനെ 2 ഹാഫ് ആക്കുന്നു. നമ്മൾ ഫ്രാക്ഷൻസ് പഠിച്ചപ്പോൾ എന്താണ് പഠിച്ചത്? ഒരു ഫുൾ കേക്കിനെ നമ്മൾ ഹാഫ് ആയിട്ട് കട്ട് ചെയ്താൽ, ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പീസ് 1/2, ഈ ഒരു പീസ് 1/2, ഈ 2 പാർട്ട് ചേരുമ്പോഴാണ് എന്ത്? ആ ഹോൾ കേക്ക്, ഫുൾ കേക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്യപ്പെടുന്ന ഈ ഒരു പാർട്ട് ഈ ഡയമീറ്ററിലൂടെ കട്ട് ചെയ്യുമ്പോൾ എന്താവും? ഈ പറയുന്ന പോലെ ഡയമീറ്റർ ആ സർക്കിളിനെ 2 സിമട്രിക് പീസുകളാക്കും, പോർഷൻസ് ആക്കും. ഒരുപോലെ ഇരിക്കുന്ന 2 പോർഷൻസ് ആക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡയമീറ്ററിനെ എന്തെന്ന് പറയുന്നത്? ലൈൻ ഓഫ് സിമട്രി ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ്, ദ ലെങ്ത് ഓഫ് ഓൾ റേഡിയ ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഒരു സർക്കിളിന്റെ എല്ലാ റേഡിയസിന്റെ ലെങ്ത് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സിമിലർലി ലെങ്ത് ഓഫ് ഓൾ ഡയമീറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ ആർ ഈക്വൽ. ഒരു സർക്കിളിന്റെ എല്ലാ ഡയമീറ്റേഴ്സിന്റെ ലെങ്ത്തും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സർക്കിളിന്റെ റേഡിയസിന്റെ ലെങ്ത് എല്ലാം ഈക്വൽ ആയിരിക്കണം, ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ ലെങ്ത്തും എല്ലാം ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ പഠിക്കാൻ പോവാണ്. എന്താണ് ഇനി പഠിക്കാൻ പോകുന്നത്? റിലേഷൻ ബിറ്റ്വീൻ ഡയാമീറ്റർ സ്പെല്ലിംഗ് പഠിക്കണേ. ഡയാമീറ്റർ ആൻഡ് റേഡിയസ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ റേഡിയസും ഡയാമീറ്ററും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. ഇത് O സെന്റർ ആയിട്ടുള്ള ഒരു സർക്കിളാണ്. P എന്നതും Q എന്നതും സർക്കിളിലെ 2 പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് PQ, വിച്ച് പാസസ് ത്രൂ എവിടെ? O എന്ന പോയിന്റ് പാസ് ചെയ്ത് പോകുന്നു. ദാറ്റ് മീൻസ് PQ എന്താണ്? ഇവിടുത്തെ ഡയമീറ്റർ ആണ്. ഇനി മറ്റൊരു കാര്യം നമുക്കറിയാം, O സെന്റർ ആണെങ്കിൽ ഓയിൽ നിന്നും സർക്കിളിലെ Q എന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന OQ എന്ന ലൈനും ഓയിൽ നിന്നും സർക്കിളിന്റെ P എന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന OP എന്ന ലൈനും ഇവിടെ എന്താണ്? റേഡിയസുകളാണ്. നേരത്തെ എന്താണ് പറഞ്ഞത്? PQ എന്താണ്? ഡയമീറ്റർ ആണെന്ന് പറഞ്ഞു. PQ ഡയമീറ്റർ ആണെന്ന് പറഞ്ഞു. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഈ ഫിഗർ നോക്കുക. ഇവിടെ വലിയ ലൈൻ, അതായത് ഡയമീറ്റർ എന്ന ലൈൻ ഫോം ചെയ്തിരിക്കുന്ന ചെറിയ 2 ലൈൻസ് ആയിട്ടുള്ള OQ, OP എന്നീ ലൈൻസുകളിലൂടെയാണ്. നോക്കിക്കേ, ഇവിടെ ഏറ്റവും വലിയ ലൈൻ ഏതാണ്? ലൈൻ സെഗ്മെന്റ് ഏതാണ്? PQ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ആണ്. ദാറ്റ് ഈസ് അവർ ഡയമീറ്റർ. ഈ ഡയമീറ്റർ ഫോം ചെയ്തിരിക്കുന്നത് OP എന്ന ലൈൻ സെഗ്മെന്റ് പ്ലസ് OQ എന്ന ലൈൻ സെഗ്മെന്റ് പ്ലസ് OP എന്ന ലൈൻ സെഗ്മെന്റ് വഴിയാണ് ഡയമീറ്റർ ഫോം ചെയ്തിരിക്കുന്നത്. അത് അതുപോലെ നമ്മൾ എടുത്തെഴുതുന്നു. എന്താണ്? PQ is equal to OP plus OQ. PQ is equal to OP plus OQ. Next we have to find out the relation between OP and OQ. നിങ്ങൾ നോക്കിയേ, നമ്മുടെ ഫിഗറിൽ OPയും OQയും ആരാണ്? റേഡിയസുകളാണ് അല്ലേ? സർക്കിളിന്റെ എന്താണ്? റേഡിയൈ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത്? ഒരു സർക്കിളിന്റെ എല്ലാ റേഡിയസിനും എന്തായിരിക്കും? ഈക്വൽ ലെങ്ത് ആയിരിക്കും. അതായത്
ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഒ പി ഇസ് ഈക്വൽ ടു ഒ ക്യു ആയിരിക്കും, അല്ലെങ്കിൽ ഒ ക്യു ഇസ് ഈക്വൽ ടു ഒ പി ആയിരിക്കും. റേഡിയസുകൾ ഈക്വൽ ഇൻ ലെങ്ത് ആയതുകൊണ്ട് ദ റേഡിയസ് ഒ ക്യു ഓഫ് ദി സർക്കിൾ ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഒ പി ഓഫ് ദ സർക്കിൾ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു ഒ ക്യുവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് എഴുതാം? ഒ പി എഴുതാം. കാരണം ഇവിടെ ഒ ക്യുവിൻ്റെയും ഒ പിൻ്റെയും സിമിലർ ലെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ ഒ ക്യുവിനെ ഒ പി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതുന്ന ഇക്വേഷനാണിത്. പി ക്യു ഇസ് ഈക്വൽ ടു ഒ പി പ്ലസ് ഒ പി. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് ആൾക്കാരെ ഒരുപോലെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരേ ആൾക്കാരെ ഒരുപോലെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ എന്തെടുത്താൽ മതി? ഡബിൾ എടുത്താൽ മതി അല്ലേ? ദാറ്റ് മീൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിട്ടുള്ളത്? 2 + 2 ഈസ് ഈക്വൽ ടു എന്താണ്? 2 × 2 ആണ്. 4 + 4 ഈസ് ഈക്വൽ ടു 2 × 4 ആണ്. ഓൾസോ 9 + 9 ഈസ് ഈക്വൽ ടു 2 × 9 ആണ്. സിമിലർ ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അവർ തമ്മിലുള്ള അഡിഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ നമ്പറിൻ്റെ, ആ പർട്ടിക്കുലർ നമ്പറിൻ്റെ ഡബിൾ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? പി ക്യു ഇസ് ഈക്വൽ ടു ഒ പി പ്ലസ് ഒ പി എന്ന് എടുത്തെങ്കിൽ പി ക്യു ഇസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാൻ പറ്റും? 2 × ഒ പി എന്ന് എഴുതാൻ പറ്റും. 2 × ഒ പി എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഇവിടെ പി ക്യു ആരായിരുന്നു? പി ക്യു ഇസ് അവർ ഡയമീറ്റർ ആൻഡ് ഒ പി ആരായിരുന്നു? ഒ പി ഇസ് അവർ റേഡിയസ്. സോ ദ ഫൈനൽ ഇക്വേഷൻ or the final relation between diameter and the radius എന്ന് പറയുന്നത് എന്താണ്? Diameter is equal to 2 times the radius. Diameter is equal to 2 times the radius. റേഡിയസിന്റെ ഡബിൾ ആണ് ആര്? ഡയമീറ്റർ എന്ന് പറയുന്നത്. റേഡിയസിന്റെ ഡബിൾ ആണ് ആര്? ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്റർ is equal to 2 times the radius. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം നോക്കിക്കേ. എക്സാമ്പിൾ 1. ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഹൂസ് റേഡിയസ് ഈസ് 4 സെൻറ്റിമീറ്റർ. അതായത് റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഡയമീറ്ററിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ഇക്വേഷൻ അറിയാം? ഈ ഒരു ഇക്വേഷൻ അറിയാം. ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 2 times the radius. സോ ഡയമീറ്ററിൻ്റെ ലെങ്ത് എത്രയാണ്? ഡയമീറ്ററിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസിൻ്റെ ഡബിൾ ആണ്. ഇവിടെ റേഡിയസിൻ്റെ ലെങ്ത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. സോ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 2 times 4 സെൻറ്റിമീറ്റർ. 2 × 4, 2 multiplied by 4. 2ൻ്റെ ടേബിൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആൻസർ എന്തെന്ന് കിട്ടും? 8 എന്ന് കിട്ടും. സോ അവർ ഫൈനൽ ആൻസർ ഈസ് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു എത്ര സെൻറ്റിമീറ്റർ? 8 സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Find the radius of the circle with the diameter 14 centimeter. അപ്പോൾ ഡയമീറ്റർ ഇവിടെ 14 സെൻറ്റിമീറ്റർ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതേ സർക്കിളിൻ്റെ തന്നെ എന്ത് കാണണം? റേഡിയസ് കാണണം. റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നിങ്ങൾക്ക് റേഡിയസിൻ്റെ ലെങ്ത് അറിയാമല്ലോ, 14 സെൻറ്റിമീറ്റർ. അത് അതുപോലെ എഴുതുക. ഇനി നിങ്ങൾ ആ ഇക്വേഷൻ നോക്കുക. ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ഡബിൾ ദ റേഡിയസ് ആണെങ്കിൽ 2 times the radius ആണ്. അതായത് റേഡിയസിൻ്റെ ഡബിൾ എടുത്താൽ ഡയമീറ്റർ കിട്ടും. സോ ഡയമീറ്ററിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2. ഡയമീറ്ററിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും മക്കളെ? റേഡിയസ് കിട്ടും. ഡയമീറ്ററിൻ്റെ ഹാഫ് ആണ് എന്ത്? റേഡിയസ്. ഈ കാര്യം അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് തന്നിരിക്കുന്നത് ഡയമീറ്ററിൻ്റെ ലെങ്ത് 14 സെൻറ്റിമീറ്റർ. നമുക്കറിയാവുന്ന കാര്യം റേഡിയസ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2 ഓർ ഹാഫ് ദ ഡയമീറ്റർ. ദാറ്റ് ഈസ് അതിലേക്ക് 14 സെൻറ്റിമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഡയമീറ്റർ ഓഫ് ദ പർട്ടിക്കുലർ സർക്കിൾ ഈസ് 14 സെൻറ്റിമീറ്റർ. സോ 14 ഡിവൈഡഡ് ബൈ 2 ഈസ് അവർ റേഡിയസ്. 14ൻ്റെ ഹാഫ് എത്രയാണ്? 7 ആണ്. സോ 7 സെൻറ്റിമീറ്റർ ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് കോഡ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ കോഡ്. A line segment whose end points lie on the circle is called a chord of the circle. ഒരു സർക്കിളിൻ്റെ കോഡ് എന്ന് പറയുന്നത് എന്താണ്?
അതൊരു ലൈൻ സെഗ്മെന്റ് ആണ്. ആ സർക്കിളിൽ തന്നെയുള്ള പോയിന്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ് എന്ത്? ആ സർക്കിളിന്റെ കോഡ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. നോക്കിക്കോണേ, നമ്മൾ സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ വരയ്ക്കുന്ന സർക്കിൾ. ഇതൊരു സർക്കിൾ ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ സർക്കിളിൽ ഞാൻ വരയ്ക്കുന്ന കോഡുകൾ ഏതൊക്കെയാ? ഇതൊരു കോഡാണ്. ഈ വരയ്ക്കാൻ പോകുന്നത് ഒരു കോഡാണ്. ഇതൊരു കോഡാണ്. അതായത് സർക്കിളിൽ ഒരു പോയിന്റിനെ മറ്റൊരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ്. അപ്പോൾ ഈ ലൈൻ സെഗ്മെന്റ് എൻഡ് പോയിന്റ്സ് എവിടാണ്? ഒരു എൻഡ് പോയിന്റ് സർക്കിളിന്റെ ഒരു പോയിന്റിലും മറ്റൊരു എൻഡ് പോയിന്റ് സർക്കിളിന്റെ മറ്റൊരു പോയിന്റ്. ഇനി ഇത് എന്താണ്? ഇത് ഒരു കോഡാണ്. ഇതും എന്താണ്? ഒരു കോഡാണ്. ഇതും എന്താണ്? ഇതും ഒരു കോഡാണ്. സോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എല്ലാം മനസ്സിലാക്കണം എന്താണ് നമ്മളിവിടെ ചെയ്തത്. എന്താണ്? ഇതുപോലെ കുറച്ച് ലൈൻ സെഗ്മെന്റുകൾ എടുത്തു. ആ ലൈൻ സെഗ്മെന്റുകളുടെ എൻഡ് പോയിന്റ്സ് എവിടെ കിടക്കണം? സർക്കിളിൽ തന്നെ ആയിരിക്കണം. ഇത്തരത്തിലുള്ള ലൈൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സർക്കിളിൽ വരയ്ക്കുന്ന ലൈൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോഡ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. കോഡ്, CHORD, കോഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ ആ സർക്കിളിൽ വരയ്ക്കുന്ന കോഡ് എന്ത് ചെയ്യുന്നു? ആ സർക്കിളിനെ 2 സെഗ്മെന്റുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. നിങ്ങൾ നോക്കിയതാ ഈ വരയ്ക്കുന്ന സർക്കിള്. ഈ സർക്കിളിൽ വരയ്ക്കുന്ന കോഡാണെന്ത്? ഈ ഒരു കോഡ്. സർക്കിളിൽ വരയ്ക്കുന്ന കോഡാണെന്ത്? ഈ ഒരു കോഡ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതുപോലൊരു കോഡ് വരയ്ക്കണം. ഈ കോഡ് എന്താ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ഈ വലിയ ഒരു സർക്കിളിനെ എന്ത് ചെയ്യുന്നു? 2 ലൈൻ സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലൈൻ സെഗ്മെന്റുകളല്ല, 2 സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ഒരു സെഗ്മെന്റ് ഉണ്ട്, ഇവിടെ ഒരു സെഗ്മെന്റ് ഉണ്ട്. മനസ്സിലായോ? ഈ റെഡ് ലൈനാണ് ഈ സർക്കിളിന്റെ കോഡ്. നിലവിൽ വരച്ചിരിക്കുന്ന, അറ്റ് ദ പ്രസന്റ് നമ്മൾ വരച്ചിരിക്കുന്ന കോഡ്. ഈ കോഡ് എന്ത് ചെയ്യുന്നു? ഈ ഫുൾ സർക്കിളിനെ 2 സെഗ്മെന്റുകളാക്കി. ഇവിടെ ഒരു സെഗ്മെന്റ്, ഇവിടെ ഒരു സെഗ്മെന്റ്. ഈ ഷെയ്ഡ് ചെയ്യുന്ന പാർട്ടാണ് സെഗ്മെന്റ്സ്. ഇത്രയും മനസ്സിലായോ? ഇനി അടുത്ത പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചേ. ഈ സർക്കിളിനകത്ത് വരയ്ക്കുന്ന ലോങ്ങസ്റ്റ് കോഡ് ഏതാണെന്നറിയാമോ? ഈ സർക്കിളിനകത്ത് വരയ്ക്കുന്ന ഏറ്റവും നീളം കൂടിയ, ഏറ്റവും ലെങ്ത് കൂടിയ കോഡ് ഏതാണെന്നറിയാമോ? ആ കോഡിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. The code which passes through the center of the circle. ഇവിടെ O ആണ് സർക്കിളിന്റെ സെന്റർ. The code which passes through the center of the circle is the longest code and it is known as diameter. AB ആണ് ഇവിടെ, ലൈൻ AB ആണ് ഇവിടുത്തെ ലോങ്ങസ്റ്റ് കോഡ്. അതായത് ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള കോഡ്. ഈ സർക്കിളിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള കോഡ്. അതേ കോഡിനെയാണ്, ആ ലോങ്ങസ്റ്റ് കോഡിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡയാമീറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. നേരത്തെ പഠിച്ച ഡയാമീറ്റർ. So the longest chord that can be drawn in a circle which passes through the center is called diameter. ഇത്ര ഓക്കെ അല്ലേ? ഈ യെല്ലോ ബോക്സിൽ കൊടുത്തിരിക്കുന്ന അതാണ്. നമുക്ക് പഠിക്കാനുള്ളതാണ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ഒന്നുമില്ല. ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സർക്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. സർക്കിൾ വരയ്ക്കാൻ നിങ്ങൾക്കുണ്ട് കോമ്പസ്, പെൻസിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ പെൻസിലും കോമ്പസ് ഉപയോഗിച്ചിട്ട് സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ നിങ്ങൾക്കുണ്ട്. ഇത്ര റേഡിയസ്, ഇത്ര ഡയമീറ്റർ ഉള്ള സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ അത് നിങ്ങളെ സ്കൂളുകളിൽ പഠിപ്പിച്ച് കാണും. നമുക്ക് ഒരിക്കലും അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുപോലെ സ്ക്രീനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടാണ്. അതിൻ്റെ ടൂളുകളൊന്നും തന്നെ ഇതിനകത്തില്ല, അവൈലബിൾ അല്ല. അപ്പം അത് നിങ്ങൾ പ്രത്യേകം നോക്കണം. കൺസ്ട്രക്ഷൻ സാർ അത് ലൈവ് ക്ലാസ്സിൽ ഇതുപോലെ പറഞ്ഞു തരാൻ പറ്റുന്ന പോലെ പറഞ്ഞു തരാം. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന് നല്ല എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിച്ചാൽ, സർക്കിൾ വരയ്ക്കാൻ ചോദിച്ചാൽ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന സർക്കിൾ നോക്കിയേ. ഇതിൻ്റെ സർക്കംഫറൻസ് എന്താണെന്നറിയാവോ? ഇതൊരു സർക്കിളാണ്. നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സർക്കിളാണ്. ഇതിൻ്റെ സെൻറ്റർ O ആണ്.
ഒ എന്ന് പറയുന്ന സെന്റർ ഉള്ള ഒരു സർക്കിളാണിത്. ഇതിന്റെ സർക്കംഫറൻസ് എന്താണ്? സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഈ ബൗണ്ടറിയാണ് ഇതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഈ റെഡ് ബൗണ്ടറി കണ്ടോ? നമ്മളിപ്പോൾ അതിനകത്തൂടെ ഈ ഗ്രീൻ ലൈനിനെ ഹൈലൈറ്റ് ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. കണ്ടോ കണ്ടോ കണ്ടോ? ഇതാണ് എന്ത്? ഈ സർക്കിളിന്റെ സർക്കംഫറൻസ്. സർക്കംഫറൻസ് CIRCUMFERENCE circumference. Also this is known as the perimeter of the circle. സർക്കിളിന്റെ പെരിമീറ്റർ, സർക്കിളിന്റെ സർക്കംഫറൻസ് എല്ലാം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ ബൗണ്ടറി ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ബൗണ്ടറിയാണ് സർക്കിളിന്റെ സർക്കംഫറൻസ്, സർക്കിളിന്റെ പെരിമീറ്റർ എന്നെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ദ ലെങ്ത് ഓഫ് ദ കർവ്ഡ് ലൈൻ വിച്ച് ഫോംസ് ദ ബൗണ്ടറി ഓഫ് ദ സർക്കിൾ. അതാണ് സർക്കിളിന്റെ സർക്കംഫറൻസ് ഓർ പെരിമീറ്റർ. അതിന്റെ ലെങ്ത് എത്രയാണോ അതായിരിക്കും സർക്കിളിന്റെ സർക്കംഫറൻസ്, സർക്കിളിന്റെ പെരിമീറ്റർ. Then moving on to the next subtopic, interior and exterior of a circle. ഒന്നുമില്ല, നിങ്ങൾ ഈ ഒരു സർക്കിൾ മാത്രം നോക്കിക്കേ. ഇതിനകത്ത് ഞാൻ ഈ ഒരു പ്ലെയിനിൽ ഞാൻ ഒരു 3 പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ആ 3 പോയിന്റ്സ് വെച്ചിട്ട് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഓൺ ദ സർക്കിളും പറയാം. ഫസ്റ്റ് പോയിന്റ് ആണ് പി എന്ന പോയിന്റ്, പി. നെക്സ്റ്റ് പോയിന്റ് ആണ് ക്യൂ എന്ന പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ആർ എന്ന പോയിന്റ്. നമ്മളിവിടെ ഏതൊക്കെ പോയിന്റ് മാർക്ക് ചെയ്തു? പി, ക്യൂ, ആർ. ഇവിടെ പി എന്ന പോയിന്റ് പി എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഇന്റീരിയർ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ എന്താണ്? ഇന്റീരിയർ പോർഷനിലാണ്, ഇന്റീരിയർ റീജിയനിലാണ്, സർക്കിളിന്റെ അകത്താണ് പി. നെക്സ്റ്റ് വൺ പോയിന്റ് ക്യൂ. പോയിന്റ് ക്യൂ എന്ന് പറയുന്നത് ഈസ് ഓൺ ദ സർക്കിൾ. ഓൺ ദ സർക്കിൾ, സർക്കിളിലാണ് എന്ത് ഇരിക്കുന്നത്? ക്യൂ എന്ന പോയിന്റ് ഉള്ളത്. സർക്കിളിലാണ് എന്ത് വരുന്നത്? ക്യൂ എന്ന പോയിന്റ് ഉള്ളത്. ഇറ്റ് ഈസ് ഓൺ ദ സർക്കിൾ. നെക്സ്റ്റ് പോയിന്റ് ആർ. പോയിന്റ് ആർ ഈസ് എക്സ്റ്റീരിയർ ടു ദ സർക്കിൾ. സർക്കിളിന് എക്സ്റ്റീരിയർ പോയിന്റ് ആണ്, എക്സ്റ്റീരിയർ റീജിയൻ, സർക്കിളിന്റെ പുറത്ത്. സർക്കിളിന്റെ അകത്തുള്ള റീജിയൻ ആണ് ഈ ഗ്രീൻ ഷെയ്ഡ് വരുന്ന റീജിയൻ. ഈ റീജിയനിൽ കവർ ചെയ്തിരിക്കുന്ന 2 പോയിന്റുകളെ ഉള്ളൂ. ഒന്ന് സെന്റർ ഓഫ് ദ സർക്കിളും ഓയും, ദെൻ പി എന്ന പോയിന്റും. സോ നമ്മൾ അവിടെ എന്ത് എഴുതി? ദ പോയിന്റ് പി ഈസ് ഇന്റീരിയർ ടു ദ സർക്കിൾ. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? സർക്കിളിന്റെ ഈ ഒരു ബൗണ്ടറിയിലാണ് അല്ലേ? സർക്കിളിന്റെ ഈ ഒരു ബൗണ്ടറിയിലാണ്. അതാണ് ക്യൂ എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ എന്ന് പറഞ്ഞത്. ഇനി ആർ എന്ന പോയിന്റ് എന്ത് ചെയ്തിരിക്കുന്നു? ഈ ഗ്രീൻ ഷെയ്ഡ് കൊടുത്ത് നമ്മൾ ഇന്റീരിയർ വരച്ചതിന്റെ ഔട്ട്സൈഡ് ആയിട്ടാണ്, സർക്കിളിന്റെ പുറത്താണ് ഈ പോയിന്റ്. സോ ഇറ്റ് ഈസ് ദ പോയിന്റ് എക്സ്റ്റീരിയർ ടു ദ സർക്കിൾ. ആർ എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന് എക്സ്റ്റീരിയർ. ഇതാണ് ഇന്റീരിയർ, എക്സ്റ്റീരിയർ ആൻഡ് ഓൺ ദ സർക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സിമ്പിൾ ടോപ്പിക്ക്, നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ടോപ്പിക്ക് കൺസ്ട്രക്ഷൻ ഓഫ് എ സർക്കിൾ ആണ് വിത്ത് ഗിവൺ റേഡിയസ്. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് അടുത്ത ലൈവ് ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സബ് ടോപ്പിക്കാണ് എന്ത്? കോൺസെൻട്രിക് സർക്കിൾസ്. എന്താണ് കോൺസെൻട്രിക് സർക്കിൾസ്? ആ പേരിൽ തന്നെ ഉണ്ട് കോൺസെൻട്രിക്. 2 or more circles with the same center but different radii is called the concentric circle. Concentric അതായത് ഒരേ സെന്ററും സെയിം സെന്ററും ഡിഫറന്റ് റേഡിയസും ഉള്ള സർക്കിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ 3 സർക്കിൾ വരയ്ക്കാം. നിങ്ങൾ നോക്കിയേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റെഡ് ബൗണ്ടറി ഉള്ള ഒരു സർക്കിൾ താണ്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഒരു സർക്കിൾ ഷേപ്പ് ആയില്ല, എന്നാലും ഒരു സർക്കിളിനെ പോലെ നിങ്ങൾ നോക്കുക. ഈ സർക്കിളിന്റെ സെന്റർ ഏതാണ്? റെഡ് സർക്കിളിന്റെ സെന്റർ ഏതാണ്? ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഈ സർക്കിളിന് റേഡിയസ് ഉണ്ടല്ലോ, ഇതാണ് സർക്കിളിന്റെ റേഡിയസ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഞാൻ നെക്സ്റ്റ് ഒരു കളർ എടുത്ത് നെക്സ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്, ബ്ലൂ ആയിട്ടുള്ള ഒരു സർക്കിൾ. നോക്കിയേ, ബ്ലൂ സർക്കിൾ.
ഇതാണ് നമ്മുടെ ബ്ലൂ സർക്കിൾ. ഈ ബ്ലൂ സർക്കിളിന്റെ സെന്റർ എവിടെ തന്നെ? ബ്ലൂ സർക്കിളിന്റെ സെന്റർ എന്താ? സെന്റർ O ആണ്. ഇനി ബ്ലൂ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? ബ്ലൂ സർക്കിളിന്റെ റേഡിയസ് ആണ് ദാ ഈ വരച്ചിരിക്കുന്ന ബ്ലൂ സർക്കിളിന്റെ റേഡിയസ്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഔട്ട്സൈഡ് ആയിട്ടൊരു നല്ലൊരു സർക്കിൾ വരയ്ക്കാൻ നോക്കാം. അതിന് എന്ത് കളർ കൊടുക്കാം? ഓക്കെ, ഗ്രീൻ കളർ കൊടുക്കാം അല്ലേ? ഗ്രീൻ കളറിൽ നമ്മളൊരു സർക്കിൾ അതിന്റെ ഔട്ട്സൈഡ് ആയിട്ട് വരയ്ക്കാൻ നോക്കുകയാണ്. അതാണ്ട് ഏകദേശം ദാ ഇങ്ങനെ വരും. ഈ ഗ്രീൻ സർക്കിളിന്റെ സെന്റർ ഏതാണ് മക്കളെ? ഗ്രീൻ സർക്കിളിന്റെ സെന്ററും സെന്റർ O ആണ്. അതിന്റെ റേഡിയസ് എന്താണ്? അതിന്റെ റേഡിയസ് ആണ് ദാ ഈ വരച്ചിരിക്കുന്നത്. ഇതിന്റെ റേഡിയസ് ആണ് ദാ ഈ വരച്ചിരിക്കുന്ന ലൈൻ. കറക്റ്റ് വരുന്നില്ല. ഓക്കെ, ചെറിയതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നിരുന്നാലും നമുക്കത് റേഡിയസ് ആണെന്ന് മനസ്സിലാക്കാം. സോ ഇവിടെ നമ്മൾ 3 സർക്കിൾ വരച്ചു. ഒരു റെഡ് സർക്കിൾ, ഗ്രീൻ സർക്കിൾ ആൻഡ് ബ്ലൂ കളേർഡ് സർക്കിൾ. ഈ 3 സർക്കിളിന്റെയും സെന്റർ ഏത് തന്നെയാണ്? സെന്റർ O തന്നെയാണ്. ഇത് ഡിഫറൻറ്റ് റേഡിയസ് അല്ലേ? ഇതിന്റെ ലെങ്ത് സെയിം ആണോ? ഒരിക്കലും അല്ല. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് അല്ല ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ലെങ്ത്. അതല്ല ഈ പോയിന്റ് തൊട്ട് ദാ ഈ പോയിന്റ് വരെയുള്ള ലെങ്ത്. സോ ഡിഫറൻറ്റ് റേഡിയസ്, ഡിഫറൻറ്റ് റേഡിയസും ഡിഫറൻറ്റ് റേഡിയൈ പ്ലൂറൽ റേഡിയൈ ഉള്ളതും സെയിം സെന്റർ ഉള്ള സർക്കിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുന്നത്. കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ എടുത്ത ഭാഗങ്ങൾ ഒന്നും കൂടെ പറയായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന് കാണുക. നിങ്ങളെ കൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ ഫുൾ മാർക്കും കിട്ടും. നല്ലൊരു ചാപ്റ്ററാണ്, നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതിനകത്ത് വരുന്ന ഈ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലാസ്സിൽ ഇതിൻ്റെ വർക്ക്ഷീറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ ആണോ? നന്നായിട്ട് പഠിക്കണം. വളരെ എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ്. ഇപ്പോൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് കൂടാണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് പോളിഗൺസ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റെക്കോർഡഡ് വീഡിയോ നിങ്ങളുടെ കയ്യിൽ കിടക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടെ ഇത് റിപ്പീറ്റ് ആയിട്ട് കണ്ടാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാമല്ലോ. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.